എനിക്ക് സ്റ്റിക്കി നോട്ടുകൊണ്ട് ഒരു ഫ്ലവറും കൂടി ഉണ്ടാക്കി വയ്ക്കാമല്ലോ. എന്നാൽ തുളിപ്പുണ്ടാക്കിയതല്ല, അതിനെക്കാട്ടിയും കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇത്. തുളിപ്പല്ല, വേറെ ഫ്ലവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം സ്റ്റെം ഉണ്ടാക്കിയെടുക്കുക. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റിക്കി നോട്ട് ജസ്റ്റ് ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്നിങ്ങനെ റോൾ ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. ഒരു സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റെം റെഡി ആയിട്ട് കിട്ടും. ലാസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഗം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റെം റെഡിയായി. ഇനി നമുക്ക് ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട് എടുക്കുക. എന്നിട്ട് ഹാഫായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, അതിൻ്റെ ഹാഫ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതിന് അളവൊന്നുമില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്യുമ്പം ഫുള്ളായിട്ട് കട്ടായി പോവാതെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ എന്ത് ചെയ്യുക, നമ്മളിത് ഫുൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് മടക്കുക. നമ്മൾ നേരത്തെ മടക്കിയ സൈഡില്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മടക്കിയിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഗം വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ അത് വൃത്തിയിൽ നിൽക്കുള്ളൂ. സെയിം സൈഡിൽ മടക്കി കണ്ടിട്ട് ഗമ്മിയിട്ട് ഒട്ടിച്ചാൽ ഇത് വൃത്തിയിൽ നിൽക്കില്ല. അപ്പം ഓപ്പോസിറ്റ് സൈഡ് മടക്കിയിട്ട് എന്ത് ചെയ്യുക, ഒട്ടിച്ച് കൊടുക്കുക. ഇനി എന്താ ചെയ്യുക, ആ സൈഡിൽ ഒന്നും കൂടി ഗം വെച്ചിട്ട് നമ്മൾ സ്റ്റെം എടുത്തിട്ട് എന്ത് ചെയ്യുക, ആ ജസ്റ്റ് അതിൽ ഒട്ടിച്ച് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ മേലെ നിന്ന് താഴോട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. അത് നമ്മൾ ചുറ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ കുറച്ചും കൂടി സ്റ്റെമ്മിൻ്റെ നീളത്തിൽ ഇങ്ങനെ ചുറ്റാൻ നോക്കുക. അതാകുമ്പോൾ ആ ഫ്ലവറിൻ്റെ കറക്റ്റ് ഇതിൽ വരും. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കുക. ലീഫിൻ്റെ ഷേപ്പിലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അത് ഗം വെച്ചിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളെന്താ ഈ ഫ്ലവർ റെഡിയാവും. അങ്ങനെ നമ്മൾ ബാക്കി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലെല്ലാത്തിനും ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് കോൺ ഷേപ്പിൽ മടക്കിയെടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ തട്ടിക്കൂട്ട് ബൊക്ക. ഓക്കെ, സംഭവം എന്താണെന്ന് അറിയില്ലട്ടോ. ഞാൻ കുറേ നേരം മിനി ബൊക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കി, പക്ഷേ എത്ര ഉണ്ടാക്കിയിട്ട് നന്നാവണില്ല. എനിക്കൊരു വൃത്തി കിട്ടാത്ത പോലെ. അപ്പോൾ ലാസ്റ്റ് ഞാൻ ബൊക്കയിലാക്കണമല്ലോ വിചാരിച്ചിട്ടൊരു ബൊക്കയിലാക്കിയത്. അപ്പോൾ സാധനം എങ്ങനെ ഉണ്ട്, കുഴപ്പമില്ലേ?